Good morning, dear students. Welcome back to another class of Environmental Science and Disaster Management. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്കോസിസ്റ്റം ആൻഡ് വാട്ട് ഈസ് എക്കോസിസ്റ്റം, വാട്ട് ഈസ് എക്കോളജി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ എന്താണ് ഫുഡ് വെബ്, ഫുഡ് ചെയിൻ, എക്കോളജിക്കൽ സക്സഷൻ, എക്കോളജിക്കൽ പിരമിഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നിങ്ങൾ പഠിക്കുന്നത് എക്കോസിസ്റ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് ഇന്ററാക്ടിങ് ടുഗെദർ ഇൻ എൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇൻ എൻ ഏരിയ, ദാറ്റ് ഈസ് നോൺ ആസ് എക്കോസിസ്റ്റം. അപ്പൊ എക്കോസിസ്റ്റം പഠിച്ച സമയത്ത് നമ്മൾ കുറെ എക്കോസിസ്റ്റം എക്സാമ്പിൾസ് പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? പോണ്ട് എക്കോസിസ്റ്റം, ലേക്ക് എക്കോസിസ്റ്റം, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം. അപ്പൊ ഇതെല്ലാം എന്താണ്? All of these are different types of ecosystem. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ്. അപ്പോൾ ഇതിൽ വരുന്ന മേജർ കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ചില കാറ്റഗറീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ്. ഈ ഒരു യൂണിറ്റിൽ എക്കോസിസ്റ്റം എന്താണെന്നും അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് അതിലെ കമ്പോണൻസ് ഇന്ററാക്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓരോ എക്കോസിസ്റ്റവും കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ആണ്. ഈ എക്കോസിസ്റ്റത്തിന്റെ ടൈപ്പ് പറയുന്ന സമയത്ത് അതിനെ മേജർലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ എക്കോസിസ്റ്റവും ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. നിങ്ങൾക്ക് എക്കോസിസ്റ്റം ബേസിക് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. നാച്ചുറൽ എക്കോസിസ്റ്റം എങ്ങനെയാണ്, എന്താണ് അതിന്റെ മീനിങ്? നാച്ചുറൽ ആയിട്ട് ഒക്യൂർ ചെയ്യുന്ന എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ നാച്ചുറൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. ഹ്യൂമൻ ബീങ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്കോസിസ്റ്റം ആണ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ക്രോപ്പ് ലാൻഡ്, വെറ്റ് ലാൻഡ്, ഗാർഡൻ, അക്വേറിയം. അക്വേറിയം ഒരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. അതിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിവിംഗ് കമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി നോൺ ലിവിംഗ് കമ്മ്യൂണിറ്റി ആവശ്യമാണ്. അപ്പൊ നമ്മൾ ആ ഒരു എക്കോസിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് എക്കോസിസ്റ്റം. അപ്പൊ നമുക്ക് മാൻമെയ്ഡ് എക്കോസിസ്റ്റം കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഈ നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് മനസ്സിലാക്കുക, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്, ഓർ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ എക്കോസിസ്റ്റം രണ്ട് കാറ്റഗറിയാണുള്ളത്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റവും അക്വാട്ടിക് എക്കോസിസ്റ്റം. അപ്പം എക്കോസിസ്റ്റത്തിന്റെ ടൈപ്സ് പറയുമ്പോൾ നാച്ചുറലി there are two categories of ecosystem, that is terrestrial ecosystem and aquatic ecosystem. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ വരുന്ന മേജർ എക്കോസിസ്റ്റംസ് ആണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ആൻഡ് ഡെസേർട്ട് എക്കോസിസ്റ്റം. മൗണ്ടൻ എക്കോസിസ്റ്റവും കൂടെ ഉണ്ട്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാറ്റഗറീസ് ആണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം ആൻഡ് ഡെസേർട്ട് എക്കോസിസ്റ്റം. ദെൻ നെക്സ്റ്റ് വൺ അക്വാട്ടിക്, വാട്ടർ ബേസ്ഡ് എക്കോസിസ്റ്റം. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ് പോണ്ട് എക്കോസിസ്റ്റം, ലേക്ക് എക്കോസിസ്റ്റം, റിവർ എക്കോസിസ്റ്റം, വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം, മറൈൻ എക്കോസിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത്രയും കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്മ്യൂണിറ്റി ഇന്ററാക്ട് ചെയ്യുന്നത് എൻവയോൺമെന്റിൽ ഡിഫറെന്റ് രീതിയിലുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസിലുണ്ട്. അതിന്റെ ക്ലൈമറ്റിക്, അതിന്റെ നേച്ചർ ബേസിസിലൊക്കെ ഇതിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറീസ് ആണ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. അതിൽ നാച്ചുറൽ വരുന്നത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. അപ്പൊ ഇനി എന്താണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ലാൻഡിൽ ഉള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ നോർമലി ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ലാൻഡിലുള്ള കമ്മ്യൂണിറ്റീസ്, അതിൽ വരുന്ന ലിവിങ് ഓർഗാനിസം, അതെങ്ങനെയാണ് നോൺ ലിവിങ് തിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഒരു ഗിവൺ ഏരിയയിൽ, ഇതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഈസ് എ ലാൻഡ് ബേസ്ഡ് കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദ ഇന്ററാക്ഷൻ ഓഫ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് ഇൻ എ ഗിവൺ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ലാൻഡ് ബേസ്ഡ് ഓർഗാനിസത്തിന്റെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ കരയിലുള്ള കമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിൽ മേജർലി വരുന്ന ടൈപ്പാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം.
ഇപ്പൊ ഫോറസ്റ്റിലുള്ള അതേപോലെയല്ല നമ്മൾ ഏതിലുള്ളത് ഗ്രാസ് ലാൻഡിലുള്ള ആനിമൽസും പ്ലാന്റ്സും എല്ലാം വ്യത്യാസമുണ്ട്. ആ ആനിമൽസും പ്ലാന്റ്സും എല്ലാം എന്തിലുള്ളത് ഡെസേർട്ടിലുള്ളത്. അപ്പൊ മൂന്നും ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ അതിന്റെ ബേസിസിൽ അതിലുള്ള എഡാഫിക് ഫാക്ടേഴ്സും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും ഒക്കെ വ്യത്യാസമുണ്ട്. അതായത് ബയോട്ടിക് തിങ്സും വ്യത്യാസമുണ്ട്, അബയോട്ടിക് തിങ്സും വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു ബേസിസിൽ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. മേജർലി 4 kinds എന്ന് പറയാം. ദാറ്റ് ഈസ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആൻഡ് മൗണ്ടൻ എക്കോസിസ്റ്റം. ഓക്കെ, ഇതിൽ ഫോറസ്റ്റും ഡെസേർട്ടും ഗ്രാസ് ലാൻഡും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ലാൻഡ് എക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം ആൻഡ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. അപ്പൊ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ലാൻഡ് ബേസ്ഡ് എക്കോസിസ്റ്റം കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജനറലി ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ മേജർ ആയിട്ട് വരുന്ന കമ്മ്യൂണിറ്റിയാണ് ഫോറസ്റ്റ്, ഡെസേർട്ട് ആൻഡ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ്. എന്താ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാല്? ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വുഡ്ലാൻഡ് യൂണിറ്റിനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതലും മരങ്ങൾ അല്ലെങ്കിൽ സ്ട്രബ്സ്, ട്രീസ് ആൻഡ് സ്ട്രബ്സ് ഉള്ള കമ്മ്യൂണിറ്റി. സോ മെനി ആനിമൽസിന് അല്ലെങ്കിൽ അതർ സ്പീഷ്യസിനൊക്കെ ഹാബിറ്റാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. A forest ecosystem is a natural woodland unit consisting of all plants, animals and microorganisms. That is known as biotic components. Plants and animals and microorganisms and in that area functioning together with all other non-living or physical abiotic factors of the environment. Abiotic factors ഏതൊക്കെയാണ്? സോയിൽ, ക്ലൈമറ്റ്, അതേപോലെയുള്ള ടെമ്പറേച്ചർ, ഇതേപോലെയുള്ള അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസവും അടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് എന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയും. ഓക്കെ, അതാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഓക്കെ, അപ്പൊ മേജർലി അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? വുഡ്സ് ആണ്, ട്രീസ് ആണ്, പ്ലാന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, The forest ecosystem plays an essential role in the environment. നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന നാച്ചുറൽ റിസോഴ്സ് പഠിച്ചതാണ്. എൻവയോൺമെന്റിൽ വളരെയധികം റോളുള്ള ഒരു നാച്ചുറൽ റിസോഴ്സ് ആണ് ഫോറസ്റ്റ്. സിമിലർലി ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം നമ്മളെ നേച്ചറിൽ ഒരുപാട് റോള് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്കോസിസ്റ്റം ആണ്. എങ്ങനെയൊക്കെയാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഓക്സിജൻ ബാലൻസ്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെയിൻഫോൾ കൺട്രോൾ ചെയ്യുന്നത്, ക്ലൈമറ്റിക് കൺട്രോളൊക്കെ വളരെയധികം റോൾ എന്തിനുണ്ട്? ഫോറസ്റ്റിനുണ്ട്. സിമിലർലി സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യുന്നത്, എയർ പ്യൂരിഫൈ ചെയ്യുന്നത്, ഒക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് എന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദ ഫോറസ്റ്റ് എക്കോസിസ്റ്റം പ്ലേസ് എൻ എസെൻഷ്യൽ റോൾ ഇൻ ദ എൻവയോൺമെന്റ്. ഇറ്റ് ഹെൽപ്സ് ടു ബാലൻസ് ദ ക്ലൈമറ്റ് ഓഫ് ദ പ്ലാനറ്റ്. നമ്മൾ ക്ലൈമറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഫോറസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കമ്മ്യൂണിറ്റി കുറയുന്നതിനനുസരിച്ചാണ്, ഡീഫോറസ്ട്രേഷൻ കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇത്രയും ക്ലൈമറ്റിക്കൽ ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിൽ. അതേപോലെ ഇറ്റ് പ്രൊവൈഡ്സ് us ഓക്സിജൻ ഓൺ ടു ബ്രീത്ത്. നിങ്ങൾക്കറിയാം മരങ്ങൾ എന്ന് പറയുന്നത് അത്രയും ഓക്സിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. അപ്പം അത് നമുക്ക് അത്രയും ഓക്സിജൻസ് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ മരങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഓക്സിജന്റെ അവൈലബിലിറ്റിയും അത്രയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇൻടേക്ക് ഓഫ് കാർബണും കൂടുതലാണ് ഒരു പ്ലാന്റ്സ്. ട്രീസ് ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ട്രീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ഓൾസോ ഹെൽപ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെയിൻഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ എയർ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ബാലൻസ് ചെയ്തിട്ട് എയർ പ്യൂരിഫിക്കേഷനും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നാച്ചുറലി ഫോറസ്റ്റ് നമ്മളെ ബേസിക്കലി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എൻ എസെൻഷ്യൽ റോൾ ഇൻ എൻവയോൺമെന്റ്. ഓക്കെ, ഇനി ഈ ഫോറസ്റ്റിന് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും നമുക്ക് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റം മേജർലി ക്ലാസിഫൈ ചെയ്യുന്നത് 3 ടൈപ്പാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ടെമ്പറേറ്റ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ബോറിയൽ എക്കോസിസ്റ്റം, ബോറിയൽ ഫോറസ്റ്റ്. അതാണ് 3 മെയിൻ കാറ്റഗറീസ് ഓഫ് ഫോറസ്റ്റ്. ഇതിന്റെയൊക്കെ സബ് കാറ്റഗറീസ് ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മെയിൻ കാറ്റഗറീസ് ആണ് ട്രോപ്പിക്കൽ, ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടെമ്പറേറ്റ്, ശീതോഷ്ണ മേഖലാ മഴക്കാടുകൾ. ബോറിയൽ ഫോറസ്റ്റുകൾ.
പോളാർ ഫോറസ്റ്റ് എന്ന് പറയും, ടൈഗ ഫോറസ്റ്റ്, ഇതൊക്കെയാണ് ബോറിയൽ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഈ 3 കാറ്റഗറീസ് ഓഫ് എക്കോസിസ്റ്റം ഓർത്ത് വെക്കുക. ഫോറസ്റ്റിൽ തന്നെ വരുന്നതാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആൻഡ് ബോറിയൽ എക്കോസിസ്റ്റം. പിന്നെ ഇത് ഓരോന്നും എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം? ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇതാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നിബിഡ വനങ്ങളാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കാനോപ്പി തന്നെ ഉണ്ടാവും ട്രീസിന്റെ. അപ്പം സൺലൈറ്റ് ഒക്കെ എത്താൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിലേക്ക്. അപ്പം അത്തരം ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. റെയിൻഫോൾ, അത്രയും ഹെവി റെയിൻഫോൾ കിട്ടുന്ന ഫോറസ്റ്റുകളാണ് ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് റിസീവ്സ് ഓൾമോസ്റ്റ് 100 inches of rain every year. 100 inches of rain ആവറേജ് ലഭിക്കുന്ന ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളാണ് നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഉഷ്ണമേഖല മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് വൈഡ് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഉണ്ടാവും. അപ്പൊ ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെവി റെയിൻഫോൾ ഉള്ളത് കൊണ്ട് തന്നെ മണ്ണ് അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല, വീക്കായിരിക്കും, മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ന്യൂട്രിയൻസ് അത്രയും കൂടുതലായിട്ട് ഉണ്ടാവാൻ ഒരു ചാൻസ് കുറവാണ് ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിനകത്ത്. ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആവറേജ് ടെമ്പറേച്ചർ 68 to 77 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. വെജിറ്റേഷൻ ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വളരെ ഹൈറ്റുള്ള ട്രീസ് ആയിരിക്കും. 82 to 150 ഫീറ്റ് ഹൈറ്റുള്ള ബ്രോഡ് ലീഫ്ഡ് ട്രീസ്, വലിയ ലീഫുള്ള ട്രീസ്, പരന്ന ഇലകളുള്ള ടൈപ്പ് ഓഫ് ട്രീസ് ആയിരിക്കും ഇതിനകത്ത് കൂടുതലായിട്ടും ഉണ്ടാവാം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് എക്കോസിസ്റ്റം പറയുമ്പോൾ പറയാനുള്ളത്. ഡ്യൂ ടു ഡെൻസ് കനോപ്പി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയൊരു കനോപ്പി ഉണ്ടാവും, മുകളിൽ ഒരു പന്തൽ പോലെയാണ് ഈ ഫോറസ്റ്റുകളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് എത്താനൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും. ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഈസ് എ ഹോം ഫോർ മില്യൺസ് ഓഫ് ആനിമൽസ്. ഒരുപാട് ആനിമൽസിന്റെ ഹാബിറ്റാറ്റ് ആണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ബേർഡ്സ്, മാമൽസ്, പലതരം ആംബിഫിയൻസ്, റെപ്റ്റൈൽസ്, മൃഗങ്ങൾ, ഉഭയജീവികൾ, ഇതിന്റെയൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്പീഷീസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ തന്നെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹരിതവനങ്ങൾ, എവർഗ്രീൻ ഫോറസ്റ്റ്, സീസണൽ ഫോറസ്റ്റ്, ഡ്രൈ ഫോറസ്റ്റ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തിനുണ്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾക്ക് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റം അഗെയിൻ ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് കാറ്റഗറീസ്. ദീസ് ആർ എവർഗ്രീൻ ഫോറസ്റ്റ്, ദിസ് ഈസ് ഹെവി റെയിൻ. എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പച്ചപ്പായിട്ടിരിക്കുന്ന ഫോറസ്റ്റ്. അപ്പൊ അത് അങ്ങനെ ഇരിക്കണമെങ്കിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും റെയിൻഫോൾ വളരെ കൂടുതലായിരിക്കും. നോ ഡ്രൈ സീസൺസ്. അപ്പൊ ഇതാണ് എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് അത്തരം മഴക്കാടുകൾ ഉണ്ടാവുക. പിന്നെ സീസണൽ ഫോറസ്റ്റ്, ഷോർട്ട് ടൈം ഡ്രൈ സീസൺ ഉണ്ടാവും സീസണൽ ഫോറസ്റ്റിനകത്ത്. ഫുൾ ടൈം റെയിനി സീസൺ ആയിരിക്കില്ല, ചെറിയൊരു ഡ്രൈ സീസൺ അവൈലബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് സീസണൽ ഫോറസ്റ്റ്. പോസ്റ്റ് എവർഗ്രീൻ ഫ്ലോറ വിത്ത് ഷോർട്ട് ടൈം ഡ്രൈ സീസൺ. ഡ്രൈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ലോങ് പീരീഡ് ഓഫ് ദ ഡ്രൈ സീസൺ. ഡ്രൈ ഫോറസ്റ്റ് ഡ്രൈ സീസൺസ് ഉണ്ടാവും. ഡ്രൈ ഫോറസ്റ്റിന്റെ ഡയഗ്രാം നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഡ്രൈ ഫോറസ്റ്റുകൾ ഉണ്ടാവുക. ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. മോണ്ടൈൻ ഫോറസ്റ്റ്. മോണ്ടൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഗ് ടൈപ്പ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. അതിനെയാണ് മോണ്ടൈൻ ഫോറസ്റ്റ്. റിസീവ്ഡ് മോസ്റ്റ് ഓഫ് ദ പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഫോഗ് ആൻഡ് ഓൾസോ നോൺ ആസ് ക്ലൗഡ് ഫോറസ്റ്റ്. അതിന് ക്ലൗഡ് ഫോറസ്റ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. മൗണ്ടൈൻ്റെ സൈഡ്സിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളാണ് ഈ മോണ്ടൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് മൗണ്ടൈൻ ഫോറസ്റ്റ് എന്ന് മനസ്സിലാവും. സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ തന്നെ സൗത്ത് നോർത്ത് റീജിയനിലൊക്കെ സം ഏരിയാസ് സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്നറിയപ്പെടും. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റുകളും ഉണ്ടാവും. ഡ്രോട്ട് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ട് എവർഗ്രീൻ ഫോറസ്റ്റ്, സീസണൽ ഫോറസ്റ്റ്, ഡ്രൈ ഫോറസ്റ്റ്, മൗണ്ടൈൻ ഫോറസ്റ്റ്, സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്? ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണ്. ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മിത ശീതോഷ്ണ വനമേഖല എന്ന് പറയും. അപ്പൊ അതിൽ തന്നെ ഡെസിഡിയസ്, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് കോണിഫറസ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പൊ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഫോറസ്റ്റിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റങ്ങളാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മിതശീതോഷ്ണ മഴക്കാടുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ മേജർലി റെയിൻഫോൾ ആണുള്ളത്, ഒരു സീസണേ ഉള്ളൂ.
ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണെങ്കിൽ 4 സീസണും ക്ലൈമറ്റിക് ചേഞ്ചിനനുസരിച്ചിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളെയാണ് നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. 4 സീസൺസ് ഉണ്ടാവും. ഇവിടെ നോക്കുക നിങ്ങൾ, ഇതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നേരത്തെ കണ്ട എന്താ ട്രോപ്പിക്കൽ ഫോറസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള സ്ട്രക്ചറും ട്രീസും എല്ലാം ഡിഫറെന്റ് ആണ് അല്ലെ. ടൈപ്പ് ഓഫ് പ്ലാന്റ്സും അതുപോലെ ടൈപ്പ് ഓഫ് ആനിമൽസും വ്യത്യാസമുണ്ട് ടെമ്പറേറ്റ് ഫോറസ്റ്റിന്റെ വരുന്ന സമയത്ത്. അപ്പൊ ടെമ്പറേറ്റ് ഫോറസ്റ്റ് മേജർലി കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് അമേരിക്ക, അതേപോലെ തന്നെ ജപ്പാൻ, യുറേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിസീവ്സ് ലെസ് റെയിൻഫോൾ ആസ് കമ്പയർ ടു ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, അപ്രോക്സിമേറ്റ്ലി 3 to 60 inches എവറി ഇയർ. കമ്പയർ ടു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അവിടെ നമ്മൾ പഠിച്ചത് എത്രയാണ്, എവറി ഇയർ 100 inches ഓഫ് റെയിൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് റെയിൻഫോൾ ആണ് ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ ഉണ്ടാവുക. വിന്റർ സീസണും സമ്മർ സീസണും എന്താ പറയുക ചേഞ്ച് ചെയ്തു വരും. അൺലൈക്ക് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ഓൾ 4 seasons വിത്ത് വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ ആണ് അതിന്റെ പ്രത്യേകത. എല്ലാ സീസണും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ. ദ വിന്റർ ഇൻ ദ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ബിലോ ഫ്രീസിംഗ് പോയിന്റ്. വിന്റർ ആവുന്ന സമയത്ത് എക്സ്ട്രീം വിന്റർ ആയിരിക്കും. ആൻഡ് ഇൻ സമ്മർ ടെമ്പറേച്ചർ ബിക്കംസ് വെരി ഹൈ ആൻഡ് ഹൈ ലെവൽ ഓഫ് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. ഇപ്പൊ വിന്റർ ആകുമ്പോൾ അതിന്റെ എക്സ്ട്രീമിലായിരിക്കും, സമ്മർ ആവുന്ന സമയത്ത് അതിന്റെയും എക്സ്ട്രീമിലായിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റിന്റെ ക്ലൈമറ്റ് ഉണ്ടാവും. ഈ ക്ലൈമറ്റിക് ബേസിസിലാണ് ഇതിനകത്തുള്ള പ്ലാന്റ്സും ഒക്കെ വരുന്നത്. അതിന്റെ ബേസിസിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റിന്റെ പ്രത്യേകത സോയിൽ കുറച്ചും കൂടെ ന്യൂട്രിയൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും, ലെസ് റെയിൻഫോൾ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈഡ് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദ സോയിൽ ഓഫ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഈസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ that allows a huge variety of vegetation to grow the temperate forest. സോയിൽ കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും, അതിൽ ഓർഗാനിക് മാറ്റേഴ്സ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് വെജിറ്റേഷൻസ് ഉണ്ടാവും. അതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പ്രൊവൈഡ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ടു മെനി ആനിമൽസ് സച്ച് ആസ് സ്ക്വിറൽസ്, ഡിയർ, ബ്ലാക്ക് ബിയേഴ്സ്, റെക്കൂൺസ്. കോയിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ടൈപ്പ് ഓഫ് ചെന്നായ, വോൾസ് ആണ്. വാരിയസ് ബേർഡ്സ് ലൈക്ക് വോബിൾസ്, നൈറ്റിംഗിൾ, അതിനെയാണ് നമ്മൾ വാബിൾസ് എന്ന് പറയുന്നത്. ഓൾസ്, വുഡ് പെക്കേഴ്സ്, ഫോക്സ്, ഇത്തരം ടൈപ്പ് ഓഫ് ബേർഡ്സും ആനിമൽസും ആണ് അതിനകത്ത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. റെക്കൂൺസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കരടി എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആനിമൽ ആണ്. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പേരടിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ ഇതിന്റെ ഇമേജസ് കാണാം. എല്ലാം കൂടെ കൊടുക്കാൻ പ്ലേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പൊ ഇത്തരം ടൈപ്പ് ഓഫ് ആനിമൽസ് ഒക്കെയാണ് കൂടുതലായിട്ടും ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ കാണുന്നത്. ട്രീസ് ഒക്കെ ദീസ് ലൈക്ക് ട്രീസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ടെമ്പറേറ്റ് ഫോറസ്റ്റിനെ തന്നെ രണ്ടായിട്ട് മേജർലി ക്ലാസിഫൈ ചെയ്യാം. ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മേജർ ക്ലാസിഫിക്കേഷൻ ആണ് ഡെസിഡിയസ് ടെമ്പറേറ്റ് ഫോറസ്റ്റും കോണിഫറസ് ടെമ്പറേറ്റ് ഫോറസ്റ്റും. ഡെസിഡിയസ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിയുന്ന, അല്ലെ. ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇല പൊഴിയുന്ന മരങ്ങൾ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഫോറസ്റ്റിനെയാണ് നമ്മൾ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്. അതിന്റെ പ്രത്യേകത 4 സ്പെസിഫിക് സീസൺ ഉണ്ടാവും. 4 സ്പെസിഫിക് സീസൺ. ഇറ്റ് റിസീവ്സ് ആനുവൽ റെയിൻഫോൾ ബിറ്റ്വീൻ 3 to 60 inches ആനുവൽ റെയിൻഫോൾ ഉണ്ടാവും. ഇൻ വിന്റർ എക്സ്പീരിയൻസ് സ്നോഫോൾ. നേരത്തെ നമ്മൾ പറഞ്ഞു ടെമ്പറേറ്റ് ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിന്ററിൽ അത് ടു ഫ്രീസിംഗ് പോയിന്റ് വരെ ആയിരിക്കും. അപ്പോൾ ഹൈ സ്നോഫോൾ ആയിരിക്കും വിന്ററിൽ ഉണ്ടാവുക. The soil in this forest is quite fertile, so wide variety of vegetation such as ferns, wild flowers, mosses, oaks, birch പോലെയുള്ള ട്രീസ് ഒക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ റെഡ് ഫോക്സ്, വുഡ് പെക്കർ, കാർഡിനൽസ്, ഓക്സ് പോലെയുള്ള ബേർഡ്സും ആനിമൽസും ആണ് അവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതാണ് ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ഡെസിഡിയസ് ഫോറസ്റ്റിന്റെ. ഇപ്പം ഇല പൊഴിയുന്ന മരങ്ങളാണ് കൂടുതലായിട്ടും അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നത് ടെമ്പറേറ്റ് കോണിഫറസ് ഫോറസ്റ്റ് ആണ്. കോണിഫറസ് ഫോറസ്റ്റിന്റെ പ്രത്യേകത, കോണിഫർ എന്ന് പറഞ്ഞാൽ ഈ നീഡിൽ ലൈക്ക് ട്രീസ് ഉണ്ടാവുക, ലൈക്ക് പൈൻ, ദേവദാരു ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ അത്തരം ട്രീസ് ഉള്ള ഫോറസ്റ്റുകളെയാണ് നമ്മൾ കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നോർമലി കോസ്റ്റൽ ഏരിയ, അതേപോലെ മൗണ്ടൻ ഏരിയാസ്, വിന്റർ സീസൺ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതലായിട്ടും ഉണ്ടാവുന്ന ട്രീസ് ആണ് ഈ കോണിഫറസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഫോറസ്റ്റുകൾ ടെമ്പറേറ്റ് കാറ്റഗറിയിൽ വരുന്ന അത്തരം ഫോറസ്റ്റുകളാണ് ടെമ്പറേറ്റ് കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ യൂഷ്വലി ഫൗണ്ട് ഇൻ കോസ്റ്റൽ ഏരിയ, റിസീവ് ഹെവി റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പൊ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹെവി റെയിൻഫോൾ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക, കോണിഫറസ് ഫോറസ്റ്റിൽ ഉണ്ടാവുക. ദ ഫ്ലോർ ഈസ് മോസ്റ്റ്ലി കവേർഡ് വിത്ത് തിക് ലെയർ ഓഫ് ഡീകമ്പോസ്ഡ് മാറ്റേഴ്സ്. അപ്പൊ ഇതിന്റെ ഇലകളുടെ ഒക്കെ ഡീകമ്പോസ്ഡ് മാറ്റേഴ്സ് കൊണ്ട് അതിന്റെ ഫോറസ്റ്റിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് തിക്ലി കവേർഡ് ആയിരിക്കും. കവേർഡ് വിത്ത് എവർഗ്രീൻ ടോൾ കോണിഫേഴ്സ്. അതാണ് അതിന്റെ പ്രത്യേകത. വലിയ കോണിഫേഴ്സ് ആണ് അതിനകത്ത് ഉണ്ടാവുക. കോണിഫേഴ്സ് എന്ന് പറയുന്നത് നീഡിൽ ലൈക്ക് സൂചി പോലെയുള്ള
എൻഡ് ആയിരിക്കും അതിന്റെ ലീവ്സിന് ഉണ്ടാവുക. അത്തരം ട്രീസ് ആണ് ഈ കോണിഫറസ് ഫോറസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ. The most common plant species include cedar, maple, cypress, pine, redwood എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ദേവദാരുവിന്റെ ലീഫ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സിമിലർലി ലീഫുള്ള ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ട്രീസ് ആണിത്. സെഡാർ, മാപ്പിൾ, സൈപ്രസ്, റെഡ്വുഡ്, ഫേൺസ് മോസസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ചെറിയ പുല്ലുകൾ, ചെടികൾ, കുറ്റിച്ചെടികളൊക്കെയാണ്. ഇത്തരം പ്ലാന്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാവുക കോണിഫറസ് ഫോറസ്റ്റിനകത്ത്. ആനിമൽസ് എന്ന് പറയുന്നത് ഡിയർ, ബ്ലാക്ക് ഡിയർ, മാമത്ത്, സ്പോട്ടഡ് ഓൾ, പുള്ളിമൂങ്ങ എന്നൊക്കെ പറയില്ലേ? ഇത്തരം ടൈപ്പ് ഓഫ് ആനിമൽസും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ കോണിഫറസ് ഫോറസ്റ്റിനകത്ത് ഉണ്ടാവുക. കണ്ടോ അതിന്റെ ഡയഗ്രാം നോക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. മരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കൂ. ഇത്തരം ടൈപ്പ് ഓഫ് ട്രീസ് ആണ് കൂടുതലും കോണിഫറസ് ഫോറസ്റ്റിൽ ഉണ്ടാവുക. കൂടുതൽ കോൾഡ് ഏരിയാസിലാണ് ഇത്തരം ഫോറസ്റ്റുകൾ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ടെമ്പറേറ്റ് ഫോറസ്റ്റുകളാണ്, ടെമ്പറേറ്റ് ഡിസിഡിയസ് ഫോറസ്റ്റും ടെമ്പറേറ്റ് കോണിഫറസ് ഫോറസ്റ്റും. ഈ കോണിഫറസ് ഫോറസ്റ്റ് രണ്ട് കാറ്റഗറിയിലും ഉണ്ട്. ബോറിയൽ ഫോറസ്റ്റിലും നമുക്ക് കോണിഫറസ് എന്ന് പറയാം. അത്തരം ട്രീസ് ആണ് ബോറിയലിലും ഉണ്ടാവുക. ഓക്കെ. അപ്പം ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റമാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ബോറിയൽ ഫോറസ്റ്റ് ആണ്. ബോറിയൽ ഫോറസ്റ്റിനെ പോളാർ ഫോറസ്റ്റ് എന്നും കൂടെ പറയും. കൂടുതൽ തണുപ്പുള്ള ഏരിയയിലാണ് കണ്ടുവരുന്ന ഫോറസ്റ്റ് ആണ് ഈ ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ടൈഗ ഫോറസ്റ്റ് ഇസ് ആർ ഓൾസോ നോൺ ആസ് ടൈഗ ഫോറസ്റ്റ്. ഇതാണ് ബോറിയൽ ഫോറസ്റ്റിന്റെ ഡയഗ്രാം. അപ്പൊ ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയുള്ള ടൈപ്പ് ഓഫ് ട്രീസ്, ആനിമൽസ് ഒക്കെ എന്തായിരിക്കും. മഞ്ഞിൽ ജീവിക്കുന്ന ട്രീസും വളരുന്ന ട്രീസും അതിങ്ങനെയുള്ള ആനിമൽസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. ഓക്കെ. ബോറിയൽ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ടൈഗ ഫോറസ്റ്റ്, ജനറലി ഫൗണ്ട് ഇൻ സൈബീരിയ, നോർത്തേൺ ഏഷ്യ, കാനഡ, സ്കാൻഡിനേവിയയിലൊക്കെയാണ് കൂടുതലായിട്ടും ഫൗണ്ട് ചെയ്യുന്നത്. ഇറ്റ് എക്സ്പീരിയൻസ് ഷോർട്ട് ടേം സമ്മർ ആൻഡ് വെരി ലോങ് വിന്റർ സീസൺ. അതാണ് അതിന്റെ പ്രത്യേകത. സമ്മർ സീസൺ വളരെ കുറവായിരിക്കും, വിന്റർ സീസൺ ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. ഷോർട്ട് ടേം സമ്മർ സീസൺ മാത്രമേ ഉണ്ടാവുള്ളൂ. വെരി ലോങ് ചിലപ്പോൾ ത്രൂ ഔട്ട് വിന്റർ സീസൺ ആയിരിക്കും. പോളാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ ത്രൂ ഔട്ട് വിന്റർ സീസൺ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 15 and 40 inches precipitation ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. സ്നോഫോൾ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. മോസ്റ്റ്ലി റിസീവ്സ് ഇൻ ദ ഫോം ഓഫ് സ്നോഫോൾ. The trees found in boreal forest are evergreen types such as pine, fir, spruce എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ട്രീസ്, സ്പ്രൂസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ട്രീസ് ഒക്കെയാണ്. ഇതെല്ലാം നീഡിൽ ഷേപ്ഡ് ട്രീസ് ആണ്, ലീഫുള്ള ട്രീസ് ആണ്. അപ്പൊ ഇത്തരം ട്രീസുകളൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക, ബോറിയൽ ഫോറസ്റ്റിനകത്ത് ഉണ്ടാവുക. ഡെൻസ് കനോപ്പി hardly allows the sun to reach the forest surface. കണ്ടിന്യൂസ് ആയിട്ട് ട്രീസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഫോറസ്റ്റ് സർഫസിൽ എത്താൻ വേണ്ടിയിട്ട് വളരെ ചാൻസ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡെൻസ് ഫോറസ്റ്റ് തന്നെയാണ് ഈ ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് വൈ വെജിറ്റേഷൻ ഇസ് ക്വൈറ്റ് ലെസ് ഇൻ ഫോറസ്റ്റ് ഫ്ലോർ. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഫ്ലോറിൽ ചെറിയ ചെറിയ പ്ലാന്റ്സും മോസും ഫേൺസും ഒക്കെ വളരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഉള്ള ഫോറസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോറിയൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓർത്ത് വെക്കുക. ഏതൊക്കെയായിരുന്നു നമ്മൾ ഫോറസ്റ്റുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു ഞാൻ റിവൈസ് ചെയ്യാം. ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആൻഡ് ബോറിയൽ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലും റെയിൻഫോൾ കൂടുതൽ കിട്ടുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ടെമ്പറേച്ചർ, അതിൽ വരുന്ന ജീവികളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. അതിൽ തന്നെ എവർഗ്രീൻ ഉണ്ട്, സീസണൽ ഉണ്ട്, ഡ്രൈ ഫോറസ്റ്റ് ഉണ്ട്, മോണ്ടൈൻ ഫോറസ്റ്റ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉണ്ട്. ദെൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് യൂഷ്വലി 30 to 60 ഇഞ്ചസ് വരെ റെയിൻഫോൾ ഒക്കെ അറിയുന്നതാണ്. 4 സീസൺസ് ഉണ്ടാവും. അതിൽ വരുന്നത് ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റും ടെമ്പറേറ്റ് കണിഫറസ് ഫോറസ്റ്റും ആണ്. ഓക്കെ. ദെൻ ബോറിയൽ ഫോറസ്റ്റ്. ഇത്രയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം. ഇനി പറയുന്ന സമയത്ത് ഒരു എക്കോസിസ്റ്റം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനകത്തുള്ള കമ്പോണൻസ് കൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സ്ട്രക്ചർ ഓഫ് ദ എക്കോസിസ്റ്റം അത് വളരെ നിർബന്ധമാണ്. ഇപ്പൊ സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഒരു എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനകത്തുള്ള രണ്ട് കമ്പോണൻസ് ആണ്, ബയോട്ടിക് കമ്പോണൻസും അബയോട്ടിക് കമ്പോണൻസ്, ലിവിംഗ് ഓർഗാനിസവും നോൺ ലിവിംഗ് ഓർഗാനിസവും. ബയോട്ടിക് കമ്പോണൻസ് എന്താ നമുക്കറിയാം. ദ വേരിയസ് ബയോട്ടിക് കമ്പോണൻസ് റിപ്രസെന്റേറ്റീവ് ഫോം ഓഫ് 3 ഫണ്ടമെന്റൽ ഗ്രൂപ്പ്. ഏതൊക്കെയാണ്? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലായാലും ഏത് എക്കോസിസ്റ്റത്തിലായാലും നമ്മളെ ബയോട്ടിക് കമ്പോണൻസിനെ ഫണ്ടമെന്റലി 3 ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന ആനിമൽസ് ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഏതാണെന്നുള്ളതാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. നിങ്ങൾ ഏത് എക്കോസിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോഴും അതിനകത്ത് ആ എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പോണൻസും എബയോട്ടിക് കമ്പോണൻസും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഓക്കെ. അപ്പം ആദ്യത്തേതാണ് എന്ത്? പ്രൊഡ്യൂസേഴ്സ്. ഇപ്പൊ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. സൺലൈറ്റ് റിസീവ് ചെയ്ത്
ഫോട്ടോസിന്തസിസ് വഴി സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ള ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പാർട്ട് ഫ്രം ട്രീസ്, ക്ലിംപേഴ്സ്, സ്ട്രബ്സ് ഒക്കെ ഉണ്ട്, ഗ്രൗണ്ട് വെജിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഇൻ എ ഫോറസ്റ്റ് ദ പ്രൊഡ്യൂസേഴ്സ് ആർ മെയിൻലി ട്രീസ്. ട്രീസ് ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ദ ക്ലൈമറ്റ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രീസ് ഉണ്ട്, ക്ലൈമറ്റിന്റെ അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ ടൈപ്പിനനുസരിച്ച് ട്രീസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. മേജർ വരുന്ന ഡൊമിനന്റ് ട്രീസ് ആണ് ടെക്ടോണ ഗ്രാഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേക്കില്ലേ, അതിന്റെ ഒരു ഫോമാണ് ടെക്ടോണ ഗ്രാഡിയൻസ് എന്ന് പറയുന്നത്. എയ്സർ, ബെറ്റൂല, പൂജാപത്ര എന്നൊക്കെ പറയുന്ന ട്രീസ് ആണിത്. പൈന്, സെഡറസ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഇത്തരം ടൈപ്പ് ഓഫ് ട്രീസ് ആണ് കൂടുതലായിട്ടും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, പ്രൊഡ്യൂസർ ഓർഗാനിസം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ട്രീസ് ആണ് പ്രൊഡ്യൂസർ ഓർഗാനിസം. അപ്പാർട്ട് ഫ്രം ട്രീസ്, ക്ലിംപേഴ്സ്, സബ്സ്ട്രേറ്റ് ആൻഡ് ഗ്രൗണ്ട് വെജിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഇതാണ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സിനെ തന്നെ നമുക്ക് പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെർബിവോഴ്സ് ആണ്, വിച്ച് ഫീഡ് ഡയറക്ട്ലി ഓൺ പ്രൊഡ്യൂസേഴ്സ്. ആ കാറ്റഗറിയിൽ വരുന്നതാണ് സം ടൈപ്പ് ഓഫ് ആൻഡ്, ബീറ്റിൽസ്, ബഗ്സ്, സ്പൈഡേഴ്സ് എക്സെട്ര. പിന്നെ ലാർജ് ആനിമൽസ് പ്രൈമറി കൺസ്യൂമേഴ്സിൽ വരുന്നതാണ്, പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്റ്റ് ഈറ്റ് ചെയ്യുന്നതാണ് എലഫൻസ്, ഡിയർ, ജിറാഫ്, ഈ കാറ്റഗറിയിൽ വരുന്ന ആനിമൽസ്. ഓക്കെ, ജസ്റ്റ് സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ആനിമൽസ്. ഓൾസോ നോൺ ആസ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അതിൽ ഫോറസ്റ്റിൽ വരുന്ന ആനിമൽസിന്റെ പേര് മാത്രം നിങ്ങളിവിടെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്താണ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ നമ്മൾ കാർണിവേഴ്സ് എന്ന് പറയും. അതെന്തിനാണ് ഫീഡ് ചെയ്യുന്നത്? മേജർലി പ്രൈമറി കൺസ്യൂമേഴ്സിനെയാണ്. ആ ഏരിയയിൽ വരുന്നതാണ് ലിസാർഡ്സ്, ബേർഡ്സ്, സ്നേക്ക്, ഫോക്സ് ഒക്കെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് കാറ്റഗറിയാണ്. ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സിനെയും സെക്കൻഡറി കൺസ്യൂമേഴ്സിനെയും ഈറ്റ് ചെയ്യുന്നതാണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ആ കാറ്റഗറിയിൽ വരുന്നതാണ് ലയൺ, ടൈഗർ, ബാക്കിയുള്ള ഓംനിവേഴ്സ് കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ടെർഷ്യറി കൺസ്യൂമേഴ്സിൽ വരുന്ന ആനിമൽസ് ആണ്. അപ്പൊ അതിൽ വരുന്നത് ഫോറസ്റ്റിൽ വരുന്നതാണ് ലയൺ, ടൈഗർ ഒക്കെ. ദീസ് ആർ സെക്കൻഡറി കാർണിവേഴ്സ് ആൻഡ് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഓൾസോ പ്രൊഡ്യൂസേഴ്സിനെയും അത് ഈറ്റ് ചെയ്യും. ദീസ് ഇൻക്ലൂഡ് ഡോഗ് കാർണിവേഴ്സ് ലൈക്ക് ലയൺ, ടൈഗർ. ഇതൊക്കെയാണ് ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന്റെ പ്രൊഡ്യൂസർ ഓർഗാനിസവും കൺസ്യൂമർ ഓർഗാനിസവും. ഒരു കാര്യം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗി ആൻഡ് ബാക്ടീരിയാസ്. അതാണ് ഇതിൽ വരുന്നത്, ഡീകമ്പോസേഴ്സിൽ വരുന്നത്. അപ്പൊ എക്കോസിസ്റ്റം പറയുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ നിർബന്ധമായിട്ട് എഴുതണം. അപ്പൊ ഈ ഫോറസ്റ്റിൽ നമ്മൾ എഴുതിയ ആനിമൽസും പ്ലാന്റ്സും ഒന്നും ഒരിക്കലും ഏതിൽ എഴുതാനുണ്ടാവുക? ഡെസേർട്ടിലോ അല്ലെങ്കിൽ ഗ്രാസ് ലാൻഡിലോ സിമിലർലി അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലോ എഴുതാനുണ്ടാവുക. അങ്ങനെയാണ് ഈ എക്കോസിസ്റ്റംസ് എന്ത് ചെയ്യുന്നത്? വ്യത്യാസപ്പെടുന്നത്. അതിന്റെ ക്ലൈമറ്റിക് ബേസിസിലും അതിലുള്ള സ്പീഷ്യസ് ബേസിസിലുമാണ് എക്കോസിസ്റ്റം എന്ത് ചെയ്യുന്നത്? വ്യത്യാസപ്പെടുന്നത്. അപ്പൊ ഫോറസ്റ്റിൽ നോർമലി കാണുന്ന ട്രീസിന്റെ പേര് ഒന്ന് ഓർത്ത് വെക്കുക, ആനിമൽസിന്റെ പേര് ഓർത്ത് വെക്കുക. നമുക്ക് കോമൺലി അറിയാവുന്നതാണ്, അത് ഇതിന്റെ കൂടെ എഴുതുക. എന്താണ് പ്രൊഡ്യൂസർ ഓർഗാനിസം, എന്താണ് കൺസ്യൂമേഴ്സ്, എന്താണ് പ്രൈമറി കൺസ്യൂമേഴ്സ്, എന്താണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്, എന്താണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഇതൊരു സെന്റൻസ് എഴുതിയതിനു ശേഷം ആ ഒരു എക്കോസിസ്റ്റത്തിലുള്ള പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, final one is decomposers. Decomposers include wide variety of microorganisms. അതിനെ saprotrophic എന്നും കൂടെ പറയും. Microorganisms like bacteria, fungi, actinomyces. Actinomyces എന്ന് പറഞ്ഞാലും ഒരു തരം ടൈപ്പ് ഓഫ് ഫംഗസ്, ബാക്ടീരിയാസിന് തന്നെയാണ് അതിനെ പറയുന്നത്. They attract the dead and decayed bodies of organisms, thus decomposition take place. ഡെഡ് ആൻഡ് ഡീക്കേഡ് ഒക്കെ ഓർഗാനിസത്തിനെ ഡീകമ്പോസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഉള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ് എന്തിലും അവൈലബിൾ ആയിട്ടുള്ളത്, ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലും അവൈലബിൾ ആയിട്ടുള്ളത്. അബയോട്ടിക് കമ്പോണൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് എഡാഫിക് ഫാക്ടേഴ്സ്, സോയിൽ, അറ്റ്മോസ്ഫിയർ, എയർ, ഇതെല്ലാമാണ് ഏതായിട്ട് വരുന്നത്? അബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് ഫോറസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇനി അതിന്റെ ഒരു ഫുഡ് ചെയിൻ ജസ്റ്റ് ഒരു ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ഒരു ഫോറസ്റ്റിൽ ഫുഡ് സർക്കിൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുക, ട്രീസ് പ്രൊഡ്യൂസേഴ്സ്, ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് മേക്ക് ചെയ്യുന്നു. പ്രൈമറി കൺസ്യൂമേഴ്സ് അതിനെ കൺസ്യൂം ചെയ്യുന്നു, ലൈക്ക് റാബിറ്റ്, അതേപോലെ തന്നെ സ്ക്യൂറിലൊക്കെയുള്ള പ്രൈമറി കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നു. സെക്കൻഡറി കൺസ്യൂമേഴ്സ് അതിനെ കൺസ്യൂം ചെയ്യുന്നു. ടെർഷ്യറി കൺസ്യൂമേഴ്സ് പ്രൈമറി കൺസ്യൂമേഴ്സിനെയും സെക്കൻഡറി കൺസ്യൂമേഴ്സിനെയും കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഫുഡ് സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ഫോറസ്റ്റിൽ വരുന്ന മിനിമം ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. മൈക്രോ ഓർഗാനിസം, ഫംഗി, ബാക്ടീരിയസ് ഒക്കെ ഇവിടെ കാണാം. ഡിറ്റീഷ്യസ് ഫീഡേഴ്സ് ഒക്കെ കാണാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അപ്പൊ ഇൻ ഹോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു. സ്റ്റേ സേഫ്.